നമസ്തേ. അഗ്നിമാരുത യോഗത്തെ പറ്റിയാണ് പറയുന്നത്. പൂയന്മാരെ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറയുന്ന ആയില്യം, ഇവരെപ്പറ്റി വശമായ ചില അഭിപ്രായങ്ങൾ ചിലർ പറയാറുണ്ട് ആയില്യത്തെപ്പറ്റി. അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. യഥാർത്ഥമായും നല്ല തുറന്ന മനസ്സിലാക്കാരും ഹാർഡ് വർക്കേഴ്സും അഗ്നിമാരുത യോഗം പറയുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോപം കുറയ്ക്കണം. കോപം കുറച്ചില്ലെങ്കിൽ ശനിയിൽ നിന്നും വരുന്ന മരുതൻ ആ കാറ്റിൻ്റെ ശക്തിയാൽ ചൊവ്വയാകുന്ന തീ പടരും. കോപം കുറയ്ക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യവുമില്ലെങ്കിൽ ചെന്ന് ഏജന്റ് പണി ചെയ്യുക, അതിൽ നുണ പറയുക, ഒളിഞ്ഞു നോക്കുക, ഇത്തരം പ്രവർത്തനങ്ങളും അതിൽ പെടുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ ഗുണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ തീ പടരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലാകുമല്ലോ. അപ്പോൾ എന്താണ് തീ പടരാതിരിക്കാൻ കാറ്റ് പുറപ്പെടുവിക്കുന്നത് ശനിദേവനാണ്. ശനിദേവന് ഇഷ്ടം ശാന്തതയും ക്ഷമയുമാണ്. നിങ്ങൾ എല്ലാ സമയത്തും എവിടെയും ഇത് പാലിക്കണം. വീട്ടിലായാലും ഉദ്യോഗസ്ഥലത്തായാലും അത് പാലിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ചെറിയ ലോട്ടറിയോ ചിട്ടിയോ പ്രതീക്ഷിക്കാൻ പോലും പറ്റൂ. അടുത്തത് മകംകാരുടെ കാര്യത്തിലായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഭാഗ്യം വരുന്ന കാലഘട്ടമാണ്. പക്ഷേ ശാന്തതയും ക്ഷമയും കൈകൊട്ടാൽ അത് വൻപിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യം ഇടപെടാതിരിക്കുക, ആവശ്യമുള്ളത് കൃത്യമായി ചെയ്യുക, ശാന്തത കൈവിടാതിരിക്കുക, പ്രകാരം മുന്നോട്ട് പോകാം. അത് വിദ്യാർത്ഥികൾക്കായാലും മധ്യവയസ്കർക്കായാലും ജോലിസ്ഥലത്തായാലും പ്രായമുള്ളവർ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ട് ഉദ്യോഗത്തിലിരുന്ന അധികാരമുള്ള ജോലിയിൽ ഇരുന്നവർ വീട്ടിലെ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കരുത്. വീട്ടിലെ അപ്പനോ അച്ഛനോ അങ്ങനെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യ ഓഫീസിൽ വലിയ ആളായിരുന്നു, അതൊന്നും ഇവിടെ കാണിക്കരുത്. ഫാക്ടറിയിലെ MD ലെവലിലുള്ള സ്ത്രീകളായാലും അപ്രകാരം അധികാരം വീട്ടിൽ പ്രയോഗിക്കരുത്. വീട്ടിൽ റിട്ടയർമെൻറ്റെല്ലാം കഴിഞ്ഞ് സുഖജീവിതത്തിന് ക്ഷമ പ്രധാനമായി ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഗുണഗണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പൂരംകാരെ പറ്റി പറഞ്ഞാലും അവരും വളരെയേറെ ചിന്താശക്തി ഉള്ളവരും ആർക്ക് അടിമപ്പെടാത്തവരുമാണ്. അവർക്കും അടിമപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ അത് പ്രായമുള്ളവർ എടുത്തു പറയേണ്ട കാര്യമാണ്. വീട്ടിലൊരു കാര്യം പറഞ്ഞ് അത് എല്ലാവരെയും കൂടെ അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉണ്ട്. അതായത് മൊബൈലും TV മുതലായ ഇൻ്റർനെറ്റ് ഇത്തരം കാര്യങ്ങളെ കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ റിട്ടയർഡായ നിങ്ങൾ അതൊന്നും പഠിച്ചില്ലല്ലോ, അതൊന്നും കൈകാര്യം ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് ഓഫീസിൽ അതൊക്കെ കൈകാര്യം ചെയ്യാൻ അസിസ്റ്റന്റുമാരുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും അതറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അവരോട് സാധാരണ നിലയിൽ മാന്യവും മര്യാദയുമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും. അടുത്ത ഉത്തരമാണ്. ഉത്തരംകാർക്ക് എല്ലാത്തിലും കണക്കുകൂട്ടലുള്ളവരാണ്. അതുകൊണ്ട് അതിപ്പോൾ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ശനിദേവൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മാരുതൻ കാറ്റും ചൊവ്വയിൽ നിന്ന് വരുന്ന അഗ്നിയും പടർന്ന് ജീവിതം തന്നെ താറുമാറാക്കാൻ അനുവദിക്കരുത്. തീർച്ചയായും ക്ഷമയും ശാന്തതയും കുട്ടികളോടൊക്കെ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഉല്ലാസമായി ജീവിക്കുക. അല്ലാതെ അവരോട് കയർക്കുകയോ ആവശ്യമില്ലാതെ അവരോട് ചലഞ്ചുകൾ പറയാതിരിക്കുക, വെല്ലുവിളിക്കാതിരിക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ എല്ലാ സന്തോഷവും സന്മനസ്സും ഉയർത്തിപ്പിടിക്കാൻ കഴിയും. യഥാക്രമം കോപം, താപം എന്നിവ കുറയ്ക്കണം. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം നേടുക. ഇത് മാത്രം മതി, ഉയർച്ചയുണ്ടാകും. അത് അത്തമാണ്. അത്തം ഗണപതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സ്റ്റാറാണ്, കന്നിക്കൂറാണ്. അവർ ഏത് കാര്യം ഏറ്റെടുത്താലും വഴിയിൽ കളയുകയില്ല. സമ്പൂർണമായി ശുദ്ധിയിലും വൃത്തിയിലും ചെയ്തു പോകുന്നവരാണ്. സ്വന്തം ചെറിയ സ്ഥാപനങ്ങളുള്ളവരോ ജോലിയുള്ളവർ അടുത്തത് വലിയ IAS-നോ CIക്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരോ ആണെങ്കിലും I am the king എന്ന നിലയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. വലിയ ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിനും ഇവിടെ പറയുന്നത്
ശാന്തതയാണ്. അത് കൈവിടരുത്. കൈവിട്ടാൽ മീനത്തിൽ നിൽക്കുന്ന ശനിദേവനിൽ നിന്ന് പുറപ്പെടുന്ന മാരുതനും ഇടവത്തിൽ നിൽക്കുന്ന ചെവിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തീയും ഒന്നിച്ചു ചേർന്ന് വലിയ ആപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ നാം ആത്തങ്കാർ തന്നെയാണ് സന്തോഷമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കോപിഷ്ഠരാകരുത് എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. അടുത്തത് ചിത്തിരയാണ്. സൗന്ദര്യ ആരാധകരും ആരോഗ്യമുള്ളവരും ഏതു കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്നവരുമാണ്. ഇവർക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും ഒന്നുകൂടി എടുക്കാൻ തോന്നുന്നവരാണ്. ഒരു വീടുണ്ടെങ്കിൽ വേറൊരു വീട് കൂടി നിർമ്മിക്കാൻ തോന്നുന്നവരാണ്. അതിനുള്ള കഴിവുള്ളവരാണ് അവർ. അതായത് ആക്ടിവിറ്റി കൂടുന്തോറും ചിലപ്പോൾ അധികാരത്തിൻ്റെ അഹങ്കാരം പിടികൂടും. ആ അഹങ്കാരം കുറയ്ക്കണം. ശാന്തത കൈവിടാതിരിക്കണം. അപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് കൂടി വയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും മക്കളും ചെറുമക്കളുമായി മാതൃകാ ജീവിതം നയിക്കാനും കഴിയും. യാതൊരു സംശയവും വേണ്ട.